കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷമർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 29-ാം അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങൾ. അന്നാളിൽ ചെകിടന്മാർ പുസ്തകത്തിലെ വചനങ്ങളെ കേൾക്കുകയും കുരുടന്മാരുടെ കണ്ണുകൾ ഇരുളും അന്ധകാരവും നീങ്ങി കാണുകയും സൗമ്യതയുള്ളവർക്ക് യഹോവയിൽ സന്തോഷം വർദ്ധിക്കുകയും മനുഷ്യരിൽ സാധുക്കളായവർ ഇസ്രായേലിൻ്റെ പരിശുദ്ധനിൽ ആനന്ദിക്കുകയും ചെയ്യും. വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായൊരു ചിന്ത ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ദൈവം ചെയ്യുന്ന ആശ്ചര്യപ്രവൃത്തിയെക്കുറിച്ച്, അല്ലെങ്കിൽ ദൈവം തൻ്റെ മക്കൾക്കായി ചെയ്യുന്ന ആശ്ചര്യമായ പ്രവൃത്തി അല്ലെങ്കിൽ അത്ഭുതമായൊരു പ്രവൃത്തിയെക്കുറിച്ചാണ് നമ്മൾ ഈ ഭാഗങ്ങൾ വായിച്ചു വരുന്നത്. 29-ാം വാക്യം മുതൽ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ഈ ജനത്തിൻ്റെ ഇടയിൽ ഇനിയും ഒരു അത്ഭുതവും ആശ്ചര്യവുമായൊരു പ്രവൃത്തി തന്നെ ചെയ്യും എന്ന് പറഞ്ഞാണ് അത് തുടങ്ങുന്നത്. അപ്പോൾ ദൈവജനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു റെസ്റ്റോറേഷനെ വെളിപ്പെടുത്തുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ച 18-19 വാക്യങ്ങൾ. 1, പുസ്തകത്തിലെ വചനങ്ങൾ ചെകിടന്മാർ കേൾക്കും, കുരുടന്മാരുടെ കണ്ണുകൾ ഇരുളും അന്ധകാരവും നീങ്ങും. അടുത്ത് പറയുന്നു, സൗമ്യതയുള്ളവർക്ക് യഹോവയിൽ സന്തോഷം വർദ്ധിക്കുകയും മനുഷ്യരിൽ സാധുക്കളായവർ ഇസ്രായേലിൻ്റെ പരിശുദ്ധനിൽ ആനന്ദിക്കുകയും ചെയ്യും. അപ്പം 4 കൂട്ടം ആൾക്കാരെ കുറിച്ച് ഇവിടെ പറയുന്നത്. 1 ചെകിടന്മാർ, 2 കുരുടന്മാർ, 3 സൗമ്യതയുള്ളവർ, 4 സാധുക്കളായവർ. ശ്രദ്ധിച്ച്, ഈ 4 വാക്കുകൾ അല്ലെങ്കിൽ 4 കൂട്ടരെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. 1, ചെകിടന്മാർ, കേൾക്കാൻ കഴിയാത്ത അവസ്ഥ. അത് സ്പിരിച്വലി നമ്മൾ ആത്മീയമായിട്ട് അത് ചിന്തിച്ചാൽ പലപ്പോഴും നമ്മളൊക്കെ വചനം കേൾക്കുന്നവരാണ്. എന്നാൽ കേൾക്കുന്നവരാണെങ്കിലും അതിനെ ഉൾക്കൊള്ളാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. നമ്മൾ കേൾക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ പുറമേയുള്ള ചെവി മാത്രം കേട്ടാൽ പോരാ. ആത്മാവുമായിട്ട് അതിനെ കണക്ട് ചെയ്തെങ്കിൽ മാത്രമേ അത് നമ്മുടെ ജീവിതത്തിൽ ഉപകാരമായിട്ട് വരത്തുള്ളൂ. അപ്പോൾ കേൾക്കുന്നുവെങ്കിലും അതിനെ അംഗീകരിക്കാൻ കഴിയാത്തൊരു അവസ്ഥ ഇതിനകത്ത് വരുമ്പോഴാണ് അത് പ്രശ്നമായിട്ട് മാറുന്നത്. എന്നാൽ അങ്ങനെയുള്ളവരുടെ ചെവികൾ എന്ത് ചെയ്യും? ദൈവശബ്ദം കേൾക്കും. അടുത്ത് പറയുന്നു, കുരുടന്മാരുടെ കണ്ണുകളിലെ ഇരുളും അന്ധകാരവും നീങ്ങിപ്പോകും. എന്തുവാ കുരുടന്മാർ? അപ്പം കണ്ണ് കാണാത്ത അവസ്ഥ എന്നത് കുരുടിനെ കാണിക്കുന്നതാണ്. അപ്പോൾ തന്നെ ആത്മീക കണ്ണ് അടഞ്ഞു പോയവരുണ്ട്, അല്ലേ? ആത്മീക ഉപദേശങ്ങളെ മനസ്സിലാക്കാൻ കഴിയാതെ, ദൈവജനത്തിൻ്റെ സത്യ ഉപദേശങ്ങളെ മനസ്സിലാക്കുവാൻ കഴിയാതെ, ഇന്നും ആത്മീക കണ്ണ് അടയപ്പെട്ടവരായിരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരുടെ കണ്ണുകളിലുള്ള ഇരുളും അന്ധകാരവും മാറിപ്പോകും. ഒരു ആത്മീയ പ്രകാശം അവരിലേക്ക് വരുമെന്ന് പറയുന്നു. അടുത്ത് പറയുന്നു, സ്തോത്രം, സൗമ്യതയുള്ളവർക്ക് യഹോവയിൽ സന്തോഷം വർദ്ധിക്കും. സന്തോഷം വർദ്ധിക്കാൻ ഒറ്റ കാരണം ദൈവവചനം നമ്മളോട് പറയുന്നത് സൗമ്യത ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. സൗമ്യത നമ്മുടെ ജീവിതത്തിൽ വരുന്നത് നമ്മുടെ ജീവിതത്തിനകത്തുള്ള സമാധാനത്തിനത് കാരണമായി മാറും. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ദൈവത്തിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് സൗമ്യതയുടെ ആത്മാവ് ചലിക്കുവാനിടയാകണം. അടുത്ത് പറയുന്നത് എങ്ങനെയാണ്? മനുഷ്യരിൽ സാധുക്കളായവർ ഇസ്രായേലിൻ്റെ പരിശുദ്ധനിൽ ആനന്ദിക്കും. അപ്പോൾ ശ്രദ്ധിക്കണം, സാധുക്കൾ എന്ന് പറയുന്നത് തിന്മയല്ല. പലപ്പോഴും ഇന്നത്തെ കാലത്ത് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് സാധുക്കളായവരെന്ന് പറയുന്നതെല്ലാം പലപ്പോഴും അപമാനമോ നിന്ദയോ ആയിട്ട് മാറുന്ന ഒരു ഭാഗമുണ്ട്. എന്നാൽ ദൈവം ആരിലാണ് പ്രസാദിക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തിൽ നമുക്കെങ്ങനെ ആനന്ദിക്കാൻ കഴിയുമെന്നുള്ള ചോദ്യത്തിന് ഒറ്റ മറുപടിയുള്ളൂ, നമ്മൾ സാധുക്കളായിരുന്നാൽ അവൻ ഇസ്രായേലിൻ്റെ പരിശുദ്ധനിൽ ആനന്ദിപ്പാൻ തക്കവണ്ണം ഇടവരും. അപ്പം ഈ 4 വിഭാഗത്തിൽപ്പെട്ടവരും ഈ ശബ്ദം, ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ നിങ്ങളോട് ഞാൻ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയാം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും, നിങ്ങളുടെ ആത്മീയ കുരുടുകൾ മാറും. നിങ്ങളുടെ ചെവി കേൾക്കാൻ കഴിയാത്ത അവസ്ഥകൾ അത് മാറിപ്പോകും. നിങ്ങൾ സൗമ്യതയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് സന്തോഷത്തെ ദൈവം വർദ്ധിപ്പിക്കും. അടുത്ത് പറയുന്ന ഭാഗം ഇതാണ്, സ്തോത്രം, നിങ്ങൾ എന്ത് ചെയ്യും? പരിശുദ്ധനിൽ, സാധുക്കളായവർ പരിശുദ്ധനിൽ ആനന്ദിപ്പാൻ തക്കവണ്ണം ഇടയാകും. ഈ വിധത്തിലുള്ള നന്മകൾ, അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പകരട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും തൃക്കരങ്ങൾ തരികയാണ്. അവിടുന്ന് ചിറകടി മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്താണ് സമസ്ത മേഖലകളെയും തൃക്കരങ്ങൾ തരുന്നു. കൂടെ ഇരിക്കണം, മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.